വിലാപങ്ങൾ 5-ാം അധ്യായം. കർത്താവേ, ഞങ്ങൾക്ക് സംഭവിച്ചതെന്തെന്ന് ഓർക്കണമേ. ഞങ്ങൾക്ക് നേരിട്ട അപമാനം അവിടുന്ന് കാണണമേ. ഞങ്ങളുടെ അവകാശം അന്യർക്ക്, ഞങ്ങളുടെ വീടുകൾ വിദേശികൾക്ക് നൽകപ്പെട്ടു. ഞങ്ങൾ അനാഥരും അഗതികളുമായി. ഞങ്ങളുടെ അമ്മമാർ വിധവകളെ പോലെയായി. കുടിനീരും വിറകും ഞങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങേണ്ടി വരുന്നു. കഴുത്തിൽ നുകവുമായി ഞങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു. ഞങ്ങൾ ക്ഷീണിച്ച് തളർന്നു, ഞങ്ങൾക്ക് വിശ്രമമില്ല. ആവശ്യത്തിന് ആഹാരം ലഭിക്കാൻ ഞങ്ങൾക്ക് ഈജിപ്തിൻ്റെയും അസീറിയയുടെയും നേരെ കൈനീട്ടേണ്ടി വന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു, അവർ മരിക്കുകയും ചെയ്തു. ഞങ്ങൾ അവരുടെ അകൃത്യങ്ങൾ വഹിക്കുന്നു. അടിമകൾ ഞങ്ങളെ ഭരിക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാൻ ആരുമില്ല. മരുഭൂമിയിലെ വാൾ നിമിത്തം പ്രാണൻ പണയം വെച്ചാണ് ഞങ്ങൾ അപ്പം നേടുന്നത്. ക്ഷാമത്തിൻ്റെ പൊള്ളുന്ന ചൂടുകൊണ്ട് ഞങ്ങളുടെ തൊലി ചൂള പോലെ തപിക്കുന്നു. സിയോനിൽ സ്ത്രീകളും യൂദ നഗരങ്ങളിൽ കന്യകമാരും അപമാനിതരായി. പ്രഭുക്കന്മാരെ അവർ തൂക്കിക്കൊന്നു. ശ്രേഷ്ഠന്മാരോട് ഒട്ടും ബഹുമാനവും കാണിച്ചില്ല. യുവാക്കന്മാർ തിരികല്ലിൽ പൊടിക്കാൻ നിർബന്ധിതരായി. ബാലന്മാർ വിറകു ചുമടിൻ്റെ ഭാരം കൊണ്ട് തളർന്നു വീണു. വൃദ്ധന്മാർ നഗര കവാടങ്ങൾ ഉപേക്ഷിച്ചു. യുവാക്കന്മാർ സംഗീതം ആലപിക്കുന്നില്ല. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സന്തോഷം അവസാനിച്ചു. ഞങ്ങളുടെ നൃത്തം വിലാപമായി മാറി. ഞങ്ങളുടെ ശിരസിൽ നിന്ന് കിരീടം വീണുപോയി. ഞങ്ങൾക്ക് ദുരിതം, ഞങ്ങൾ പാപം ചെയ്തു. ഞങ്ങളുടെ ഹൃദയം വിങ്ങുന്നു, ഞങ്ങളുടെ കണ്ണുകൾ മങ്ങി. എന്തെന്നാൽ സിയോൻ മല ശൂന്യമായി കിടക്കുന്നു, അവിടെ കുറുനരികൾ പതുങ്ങി നടക്കുന്നു. എന്നാൽ കർത്താവേ, അങ്ങ് എന്നേക്കും വാഴുന്നു. അങ്ങയുടെ സിംഹാസനം തലമുറകളോളം നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണ് അവിടുന്ന് ഞങ്ങളെ എന്നേക്കുമായി മറന്നത്? എന്തുകൊണ്ടാണ് ഇത്രയേറെ നാൾ ഞങ്ങളെ പരിത്യജിച്ചത്? കർത്താവെ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ. എന്തെന്നാൽ അവിടുന്ന് ഞങ്ങളെ നിശേഷം ഉപേക്ഷിച്ചു. അവിടുന്ന് ഞങ്ങളോട് അത്യധികം കോപിച്ചിരിക്കുന്നു.